കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് മനോഹരമായ ഒരു പകൽക്കാലം ദൈവം നമുക്ക് ദാനം ചെയ്ത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാവേളയിൽ നിങ്ങളുമായി ഒരു തിരുവചന ഭാഗം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം അതിന്റെ 47 വാക്യം. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ഒരു വലിയ ജനസമൂഹവും വിലപിച്ചുകൊണ്ട് മുറയിടുന്ന അനേകം സ്ത്രീകളും യേശുവിന്റെ പിന്നാലെ ചെന്നു. തലയൊഴിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്ത് യേശുവിനെ 2 ദുഷ്പ്രവൃത്തിക്കാരുടെ മധ്യേ ക്രൂശിച്ചു. അവർ യേശുവിന്റെ വസ്ത്രങ്ങൾ ചീട്ടിട്ടെടുത്തു. ജനം നോക്കി നിൽക്കെ പടയാളികൾ യേശുവിനെ പരിഹസിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി. മന്ദിരത്തിലെ തിരശ്ശീല 2 ചിന്തിപ്പോയി. യേശു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നുറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിന്റെ ക്രൂശിക്കൽ സമയത്ത് സംഭവിച്ച ഭൂകമ്പം, ഇരുട്ട്, തിരശ്ശീല കീറിപ്പോയത് എന്നിവ കണ്ട റോമൻ ശതാധിപൻ അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. മറ്റു സുവിശേഷങ്ങളിൽ അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് മത്തായി 27:54 ഈ മനുഷ്യൻ ദൈവപുത്രൻ ആയിരുന്നു സത്യമെന്ന് മർക്കോസ് 15:39 പറയുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാറുണ്ട്. അത് ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അതുമല്ലെങ്കിൽ അയൽവാസികളും ആകാം. എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. നല്ലൊരു ശതമാനം ആളുകളും മറ്റുള്ളവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഭവനത്തിൽ ഒരു അതിഥി വന്നാൽ വളരെ മാന്യമായിട്ടായിരിക്കും നാം അവരെ സ്വീകരിക്കുക. അയാളെക്കുറിച്ച് നല്ലത് മാത്രം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കും. എന്നാൽ ആ വ്യക്തി പോയി കഴിഞ്ഞാൽ അയാളുടെ പോരായ്മകൾ പറയുവാൻ നാം മടി കാണിക്കാറില്ല. ഒരു വ്യക്തിയുടെ നല്ല പ്രവൃത്തികളല്ല, അയാളുടെ കുറവുകൾ കണ്ടുപിടിക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവുമുള്ള ഒരു വ്യക്തിയെ എല്ലാവർക്കും ബഹുമാനമാണ്. പക്ഷേ ആ വ്യക്തിയുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ ആരും തയ്യാറാവുകയില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ്റെ നന്മയെക്കാളേറെ അവൻ്റെ കുറവുകളായിരിക്കും നമ്മുടെ മനസ്സിൽ എത്തുക. എന്നാൽ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ബോഡിയുടെ മുൻപിൽ നിന്നുകൊണ്ട് അയാൾ ചെയ്ത നന്മകളെക്കുറിച്ച് ഓർമ്മ വരുന്നു. അനുശോചന പ്രസംഗങ്ങൾ അയാളുടെ നന്മകളെ കൊണ്ട് നിറയുന്നു. ചിലപ്പോൾ അല്പം കൂടിപ്പോയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കുറവുകളേക്കാൾ അയാളിലെ നന്മകളെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. അയാളിലെ നന്മകളെ തിരിച്ചറിഞ്ഞ് അയാളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആ വ്യക്തിയുടെ മരണം വരെ കാത്തിരിക്കേണ്ടതില്ല. ഇവിടെ ശതാധിപനും അവനോടുകൂടെ കാത്തുനിന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. അതോടൊപ്പം തന്നെ അവർ ഏറ്റവും ഭയപ്പെട്ടു. കാരണം യേശു തൻ്റെ പ്രാണനെ വിടുന്നതിന് മുമ്പ് ഇവർ യേശുവിനെ ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്തതായി മത്തായി 27:37 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ യേശു മരിച്ചപ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി. അത് മത്തായി 27:51-52 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2 ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്ന് നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം കണ്ടിട്ട് അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. യേശു മരിച്ചു കഴിഞ്ഞ് അവനെ നീതിമാൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് എണ്ണപ്പെടുവാൻ ഇടയായി. മരണത്തിന് കാക്കാതെ നാം തമ്മിൽ നന്മകൾ തിരിച്ചറിയുകയും ദോഷവശങ്ങളിലേക്ക് മനം തിരിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് നമ്മോടും ഈ ചോദ്യം ഉയരുന്നു: നിങ്ങൾക്ക് യേശു ആരാണ്? ജീവിതത്തിലെ ദുഃഖങ്ങളിലും അത്ഭുതങ്ങളിലും ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നും പുറപ്പെടേണ്ട പ്രതികരണം ഇതായിരിക്കണം: യേശു എൻ്റെ രക്ഷകനും ദൈവപുത്രനും ആണ്. ഇത് പ്രഖ്യാപിക്കുന്നവർക്കാണ് നിത്യജീവന്റെ വാഗ്ദാനം ലഭിക്കുന്നത്. ശതാധിപൻ ക്രൂശിൽ കണ്ട സത്യത്തെ ഇന്ന് നമ്മളും ഏറ്റുപറയണം. സത്യമായിട്ടും യേശു ദൈവപുത്രൻ ആണെന്ന്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും രക്ഷയുടെ വഴിയും ആകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.